അപ്പോൾ നമ്മൾ ലോക്ക് മാറ്റി പയ്യെ തുറക്കാൻ പോവാട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ അൺബോക്സ് ചെയ്താലോ? ഓക്കെ, അതായത് നമ്മൾ കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് പയ്യെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് സാധാരണ വരുന്ന പോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാട്ടോ വന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. മൊത്തം ടേപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളി. ഇത് നമ്മുടെ ഐറ്റം ചെയ്താട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മാറി. ഇതാണ് സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മളിതേ ബോക്സ് പുറത്തേക്ക് എടുക്കാൻ പോകാട്ടോ. അപ്പം നൈസായിട്ടൊന്ന് എടുത്തു നോക്കാം. അത്യാവശ്യം ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ബോക്സ് ആട്ടോ. ഒന്നും പറയാനില്ല. നല്ല പ്രൊഫഷണൽ കിടുക്കാച്ചി ബോക്സ്. പിന്നെ 1/12 സ്കെയിൽ ആട്ടോ. അത് നിങ്ങൾ ഓർക്കണം. അത്യാവശ്യം ഒരു സൈസ് ഉണ്ട്. MB സ്കെയിലർ 9041 എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. എനിക്ക് ഈ ബോക്സ് ആണ് മെയിൻ അട്രാക്ഷൻ. ഇതുണ്ട്, ഒരു ചാക്കിന്റെ ടൈപ്പ് ഒരു ഹാൻഡിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും RCകൾ നമ്മളിത് ഇവിടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിൽ ആദ്യമായിട്ടോ നമുക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവൻ നമ്മുടെ ഫേവറേറ്റ് സാധനം കേട്ടോ. ടൈഗാടെക്കിന്റെ സ്റ്റണ്ട് കാറാണ്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ഞാൻ ആദ്യം മേടിച്ച ടോയ് ഗ്രേഡ് കാർസ് ആട്ടോ. ഇത് ഹോബി ഗ്രേഡ് ആണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഹോബി ഗ്രേഡ് വണ്ടികളാണ് എപ്പോഴും നല്ലത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോബി ഗ്രേഡ് വണ്ടികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്റ്റണ്ട് വണ്ടിയാണ്. അപ്പം നമുക്കൊരു വെറൈറ്റി, എന്താ പറയുക, ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് ഓർത്താണ് നമ്മളിത് ജീപ്പ്, അതായത് ഓഫ് റോഡിന്റെ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ നോക്കിയത്. അപ്പം ഇത് നമ്മുടെ ആദ്യത്തെ ഓഫ് റോഡ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവൻ സ്പെഷ്യലാണ്. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടോ കാണാൻ പോകുന്നത്. നിങ്ങളും എൻ്റെ വീഡിയോയിലൂടെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം വണ്ടി കാണണ്ടേ. അപ്പോൾ ഗായ്സ്, ദേ നമ്മുടെ പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോൾ പെട്ടി നമ്മൾ തുറക്കണമെങ്കിൽ ദേ ഇവിടെ ഒരു ചാക്കിൻ്റെ ഒരു ഹാൻഡിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് കൂടാതെ ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കയ്യൊന്ന് മാറ്റി നോക്കാം. എന്നിട്ട് നമുക്കിതേ സ്റ്റിക്കർ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റിക്കറിൻ്റെ അകത്ത് ദേ സ്കെയിലർ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലെജൻഡറി വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് 9041 ആ ഒരു റേഞ്ചിലൊക്കെ ഇറക്കിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ സീരീസിൽ പെടുന്ന വണ്ടികളാണ്. അപ്പൊ അതിന്റെ കുറെ ഡീറ്റെയിൽസും അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കൊടുത്തേക്കണേ. പിന്നെ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. തൽക്കാലം നമുക്ക് മെയിൻ ഐറ്റം ആണല്ലോ നോക്കണ്ടേ. അപ്പൊ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മൾ ലോക്ക് മാറ്റി പയ്യെ തുറക്കാൻ പോവാട്ടോ. അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നമ്മള് നേരിട്ട് വീഡിയോസിലൊക്കെ യൂട്യൂബിൽ കണ്ടതിനേക്കാളും ഡീറ്റെയിൽ സാധനം. നല്ല രസമുണ്ട്. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഒരിക്കലും ഞാൻ ഇത്രയും ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എന്നാൽ സൈസ് ഇപ്പോൾ 1/12 സ്കെയിൽ ആണെങ്കിൽ പോലും അത്രയും സൈസ് വരുന്നില്ല. കാരണം റിയൽ ലൈഫിൽ വരുമ്പോഴത്തേനും നിങ്ങൾക്കറിയാലോ, വില്ലീസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ വണ്ടിയൊന്നും അല്ല. ഇപ്പോൾ വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടായിരുന്നു, ഒത്തിരി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തായിരുന്നു. പക്ഷേ പക്ക സ്കെയിൽ മോഡൽ വണ്ടി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് വണ്ടി കേട്ടോ. ഇത്രയും ഒരു ഡീറ്റെയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ദേ കണ്ട, ഇതുവരെ അവർ അത്ര സെറ്റപ്പ് ആയിട്ടാണ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വളരെയധികം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അടിപൊളി. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ടയറ്, ക്യൂട്ടാട്ടോ വണ്ടി. കാരണം 1/12 സ്കെയിലിന് അത്ര വലിപ്പം ഇല്ലെങ്കിൽ പോലും നല്ല ക്യൂട്ടാ വണ്ടി. നല്ല രസമുണ്ട് വണ്ടി കാണാനൊക്കെ. കണ്ടോ? ഇപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ 2 കൈ പിടിക്കുമ്പോഴത്തേ ഈ ഒരു സൈസാണ് വരുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് FMS. ആ കാര്യത്തിൽ FMS ഒരു രക്ഷയില്ല കേട്ടോ. ഇവരുടെ ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് കാണാം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്.
FMSന്റെ ഇനി നമ്മൾ 1-2 വണ്ടികളും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരും വീഡിയോകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി ബോക്സിൽ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ഡേറ്റ കേബിൾ, അതായത് ചാർജറിൻ്റെ ആ ഒരു സംഭവം, പിന്നെ വീല് അഴിക്കുന്ന അതിൻ്റെ ഒരു ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വന്നിട്ട് ഒരു മാനുവല്, ഇത് നമുക്ക് അത്യാവശ്യം ഒന്ന് വായിച്ച് പഠിക്കേണ്ട വേണ്ടി വരും. എന്തായാലും നമുക്ക് സമയം പോലെ പിന്നത്തേക്ക് ഇരുന്ന് നോക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ വേറൊരു മെയിൻ സാധനം, ഇത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ റിമോട്ട്. അടിപൊളി, നല്ല രസമാട്ടോ. കുഞ്ഞ് റിമോട്ട്, ഒറ്റ കയ്യിൽ കൂളായിട്ട് പിടിക്കാം. ഇത് ഇത്ര ഉള്ളൂ സാധനം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മുടെ ടൈഗാടെക്കിൻ്റെ കൂടെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള റിമോട്ടാട്ടോ വരുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി പോലെ തന്നെ നല്ല ക്യൂട്ട് സാധനം, ചെറിയ സാധനം. ഇപ്പൊ റിമോട്ട് ഞാൻ പറഞ്ഞല്ലോ ക്യൂട്ടാണത്. ഇത്ര ഉള്ളൂ, വളരെ ചെറിയ റിമോട്ട്. കണ്ട, ഇത്ര ഉള്ളൂ സാധനം. ഒത്തിരി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരാട്ടോ. പിന്നെ എന്തെങ്കിലും ഐറ്റംസ് ബോക്സിലുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബോക്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരുന്നുള്ളൂ. അവർ വളരെ സിമ്പിൾ ആയിട്ടാട്ടോ ചെയ്തേക്കണേ. വേറെ ഒത്തിരി സംഭവങ്ങളൊന്നും കുത്തി നിറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതേ വണ്ടി, അതിൻ്റെ മാനുവല്, ചാർജർ, ഡേറ്റ കേബിള്, ടൂള് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിപ്പോൾ ഈ ബോക്സ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലോട്ടൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ആചാരം എന്ന പോലെ നമുക്ക് റിമോട്ടിൽ ബാറ്ററി ഇട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആക്കി. ഇപ്പോൾ ബാറ്ററി ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. കാരണം കറക്റ്റായിട്ട് ഇട്ടാലേ ഇത് ഓൺ ആവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ടു കേട്ടോ. ലൈറ്റ് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിമോട്ട് ഫുൾ സെറ്റാണ്. ഇനി നമുക്ക് അടുത്തത് മെയിനായിട്ട് വണ്ടിയിൽ എവിടെയാണ്, അതൊക്കെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പക്ക ഒരു സ്കെയിൽ മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോണറ്റ് വരെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ബോണറ്റിൻ്റെ അകത്താണ് ബാറ്ററിയും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പീൽ ഓഫ് എന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്കും അവർ നല്ല ഇതായിട്ടാണ് ചെയ്തേക്കണം എല്ലാ കാര്യങ്ങളും. നമുക്ക് ഈ സ്റ്റിക്കർ പയ്യൊന്ന് പൊളിച്ചു നോക്കാം. ഓക്കെ, ഒന്ന് സ്റ്റിക്കർ പൊളിച്ചു. ഇനി ഇതിൻ്റെ ബോണറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ഇവിടെ ഒറിജിനൽ ജീപ്പിൽ വരുന്ന പോലത്തെ വിഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോണറ്റ് പയ്യൊന്ന് പൊക്കി നോക്കാം. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ആയിരിക്കും. ആ ഓപ്പൺ ആക്കുന്നതിൻ്റെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കുഞ്ഞൊരു ബാറ്ററി ഉണ്ട് അതിരിക്കുന്നത്. ഏകദേശം 380 mAh റോക്ക് ഹോബിയുടെ ഒരു ബാറ്ററിയാണ് വരുന്നത്. ഇത് ലിപ്പോ ബാറ്ററി ആട്ടോ. കാരണം പെർഫോമൻസ് ഉള്ള ബാറ്ററിയാണ്. ചെറുതാണെങ്കിലും ഇപ്പം പുതിയാണ്. അതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇത് ഇവിടെയാണ് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് അവിടെ തന്നെ പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ESC കാര്യങ്ങളൊക്കെ ഇതാട്ടോ വരുന്നത്. ESC റിസീവർ, കാരണം ഇലക്ട്രോണിക് ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം കണക്ഷനൊക്കെ കൊടുത്തേക്കുന്ന ഏരിയ ഇതാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബാക്കി യൂണിറ്റുകളൊക്കെ ഇപ്പുറത്തോട്ടായിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് റിമോട്ടിലൊന്ന് ഓണാക്കാം. ഇപ്പോൾ റിമോട്ടിൽ ഓൺ ആയപ്പോൾ വണ്ടിയിൽ ESC എന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ അതിനർത്ഥം രണ്ടും തമ്മിൽ പെയറായി. ഇനി നമുക്ക് അടുത്തത് അറിയാണ്ടൊന്ന് കൈ തട്ടിയത് കേട്ടോ. അപ്പോഴത്തേനും അപ്പോൾ നമുക്ക് പയ്യെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെർവോ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് റൈറ്റ്. അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അടിപൊളി. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് ഡിമ്മാണ്. അടുത്തത് ഇനി വരാൻ പോകുന്നതാണ് ഇൻട്രസ്റ്റിംഗ് സാധനം, ബ്രൈറ്റ്. പിന്നെ അടുത്തത് ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇത് വരെ തെളിയും. വണ്ടിയിൽ ഏകദേശം ഒരു 7-10 ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഹെഡ്ലൈറ്റും കാര്യങ്ങളും. നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റ് വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്താട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ഇതിൻ്റെ വെട്ടം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വെട്ടമാണ്.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൈറ്റ് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഡിമ്മ്, ഇത് ബ്രൈറ്റ് നല്ല വെളിച്ചം കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല വെട്ടമുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിപ്പോൾ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് പുറത്തോടേക്ക് ഒന്ന് ക്ലൈംബ് ചെയ്തൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നമ്മൾ രാത്രിയിൽ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തുള്ള ഈ ലൈറ്റിൻ്റെ വെട്ടം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ, ഇതിനും നല്ല വെട്ടമുണ്ട്. ഒരു സപ്പോർട്ടിങ് ലൈറ്റായിട്ട് ആ അന്നത്തെ കാലത്ത് ആ ഒരു ഇതിനു വേണ്ടി കൊടുത്തേക്കണേ കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ, അതായത് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിൽ ഇൻഡിക്കേറ്ററും ലെഫ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ ലെഫ്റ്റിൽ ഇൻഡിക്കേറ്ററും വർക്കാവും. ഇപ്പം റൈറ്റിലേക്ക് തിരിയുമ്പോൾ റൈറ്റിലെ മാത്രമേ വരുന്നുള്ളൂ, ഇപ്പം ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റിലെ മാത്രമേ വരുന്നുള്ളൂ. അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിലും ഇതിൻ്റെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ടെയിൽ ലൈറ്റും തെളിഞ്ഞു. അപ്പോൾ നമ്മളിത് ബോണറ്റ് പയ്യെ അടയ്ക്കാൻ പോവാം കേട്ടോ. കണ്ടോ, അടയ്ക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് തുടങ്ങാം. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ ചെയ്തേക്കണേ. പിന്നെ നമുക്കിത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഇരുമ്പിൻ്റെ ടൈപ്പ് ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് ടയർ, അതിൻ്റെ ആ ഒരു ഓൾഡ് ഫീല് കിട്ടാനായിട്ട് അവരതിൻ്റെ ടയർ വരെ ആ ഒരു അന്നത്തെ കാലത്തെ ടയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തേക്കണേ. ഇതുണ്ടോ, നല്ല സോഫ്റ്റ്, അത് നല്ല സുഖമായിട്ട് നീങ്ങും, അത്രയ്ക്കും സോഫ്റ്റാണ്. കാരണം ഓഫ് റോഡൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് അത്രയും ഒരു സോഫ്റ്റ് റബ്ബർ കോമ്പൗണ്ട് അവർ ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട് സൈഡിൽ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ, ഇതിങ്ങനെ താത്തും പൊക്കും ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ലോക്കാവും. പിന്നെ വന്നിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ 2 കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ 2 ഇൻഡിക്കേറ്റർ. പിന്നെ വന്നിട്ട് നമുക്ക് സൈഡിലോട്ടൊക്കെ നോക്കുമ്പോഴത്തേനും ഈ സൈഡിൽ നമുക്കിത് ഒരു ഷവലിൽ സംഭവം അത്രയും ഡീറ്റെയിൽ ആയിട്ടോട്ട് ചെയ്തേക്കുന്നത്. ഇത് ഇവരിവിടെ കെട്ടി വെച്ചേക്കുക. പിന്നെ ഒരു കോടാലി, അതായത് ആക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും മണ്ണുമാന്തി പോലത്തെ ഒരു സാധനം, ഇതിൻ്റെ എല്ലാ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഈ സാധനവും കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു അത്രത്തോളം ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സൈഡ് മിറർ, അതൊക്കെ പക്ക ഒറിജിനൽ കാണാൻ പറ്റുന്ന ടൈപ്പുള്ള മിററായിട്ട് ചെയ്തേക്കണേ. അതൊക്കെ എന്ത് ക്യൂട്ടായിട്ടല്ല ചെയ്തേക്കണം, നോക്കിക്കേ. പിന്നെ വന്നിട്ട് സ്റ്റീറിംഗ് വീല്, ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ 2 സെർവോ ഉണ്ട്, അതായത് ഒന്ന് ടയർ തിരിയാനും പിന്നെ ഒന്ന് സ്റ്റീറിങ് തിരിയാനും. അത് ഞാൻ അടുത്തൊരു വീഡിയോ, എന്തായാലും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ റിമോട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റീറിങ് തിരിയുന്നതായിട്ട് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ വന്നിട്ട് നമുക്കിത് സീറ്റ്, അതും ഒന്നും പറയാനില്ല കേട്ടോ. ഒരു ഒറിജിനൽ വണ്ടിയുടെ എങ്ങനെയാണോ സീറ്റ് അതുമാതിരി ഇത് കുഷ്യൻ ടൈപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അതേപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കാര്യങ്ങൾ, വലിയ ഗിയറ്, കുഞ്ഞ് ഗിയറ്, അറിയാലോ 4 വീല് അങ്ങനെയുള്ള, ഇതൊരു 4 വീല് വണ്ടിയാണല്ലോ, അതിൻ്റെ കുറേ ഗിയേഴ്സ്. പിന്നെ വന്നിട്ട് ഇവിടെ ആക്സിലേറ്റർ പെഡൽ വരെ അതുവരെ അവർ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ചെയ്തേക്കണേ. പിന്നെ വന്നിട്ട് ബാക്കിലും ഒരു സീറ്റുണ്ട്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിക്കാന്ന് തോന്നുന്നു ഇവിടെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 2 ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം. ഇത് നമുക്ക് പയ്യതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇതാണ് സാധനം. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു യൂണീക്കായിട്ട് തോന്നി. സാധാരണ നമ്മുടെ വണ്ടികൾക്കൊന്നും അങ്ങനത്തെ വരാറില്ല. പിന്നെ വന്നിട്ട് ഈ വണ്ടി ഒരു ഹോബി ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോബി ഗ്രേഡ് എടുക്കാനുള്ള മെയിൻ കാരണം നമുക്ക് ഈ വണ്ടി എങ്ങനെ വേണം മോഡിഫൈ ചെയ്യാം. പിന്നെ വണ്ടിയുടെ പാർട്സ് ആണെങ്കിലും എല്ലാ പാർട്സും നമുക്ക് അവൈലബിളാണ്. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഫ്രെയിം പോലത്തെ ഒരു സംഭവമാണ്. ഈ ഒരു ഫ്രെയിം നമുക്ക് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതിന് മേളിൽ നമുക്ക് അതിൻ്റെ കനോപ്പി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് FMSൻ്റെ സൈറ്റിലുണ്ട്. നല്ല വിലയാണ്, നമ്മളത് മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊടുത്തേക്കണേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡിൽ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ജെറി ക്യാൻ, ഓയിൽ ക്യാൻ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ടൈപ്പ് ഒരു മെറ്റീരിയൽ വെച്ച് അവരത് കെട്ടി വെച്ചേക്കും കേട്ടോ. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ഒരു യൂണീക്കായിട്ട് തോന്നി. പിന്നെ ബാക്കിലെ സ്റ്റെപ്പിന്
അതും ഈ ഒരു ഒറിജിനൽ ടയർ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഡെമോയൊന്നുമല്ല. കാരണം ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കിതെടുത്ത് ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും, ആ തരത്തിലാണ് കൊടുത്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല വീഡിയോയിൽ, മെയ്ഡ് ഇൻ USA എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടാണ് ഇവർ ടയർ വരെ ചെയ്തേക്കുന്നത്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വരെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, ഈ വണ്ടിയുടെ ബാക്കി അടിഭാഗവും കാര്യങ്ങളൊക്കെ നല്ല പക്ക ഒറിജിനൽ ജീപ്പിൻ്റെ പോലെ ആട്ടോ വരുന്നത്. കാരണം അതിൻ്റെ സ്പ്രിങ് ഒക്കെ ആണെങ്കിലും ഷോക്കല്ല, ലീഫ് സ്പ്രിങ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മെറ്റലാട്ടോ വരുന്നത്. അടിയിൽ കൂടെ പോകുന്ന ഡ്രൈവ് ഷാഫ്റ്റും ഒക്കെ മെറ്റലാണ് വരുന്നത്. പിന്നെ ഇത്രയൊക്കെ ആട്ടോ അടിഭാഗത്ത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആട്ടോ FMS ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞാൽ നമുക്കിത് വേണേൽ അപ്ഗ്രേഡ് ചെയ്യാം, ഇതിൻ്റെ സെർവോ അപ്ഗ്രേഡ് ചെയ്യാം, അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ നമ്മൾ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ടയറൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഓഫ് റോഡ് ആയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇതിൻ്റെ അടിയിൽ തന്നെ ചെറിയ സ്ക്രൂ വരെ അത്രയും ഒറിജിനാലിറ്റിയിൽ അവർ ചെയ്തേക്കണേ. ജീപ്പിൽ വന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് ചെയ്തേക്കണേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ റണ്ണിങ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. ഇന്നിപ്പോൾ നമ്മൾ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം ഇതിൻ്റെ സെർവോയുടെ ആക്ഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഈ റിമോട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിമോട്ടാണ്. കാരണം റിമോട്ടിൽ തിരിക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ, ഒരു ഫീഡ്ബാക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് റോക്കോബിയെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു റൈഡ്, അതായത് ഇതിൻ്റെ ആ ഒരു ക്ലൈംബിങ്, ഇതിൻ്റെ ഡിഫറൻഷ്യൽ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ക്ലൈംബിങ് പെർഫോമൻസും ഇതിൻ്റെ ഡ്രൈവും, പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബ്രോങ്കോ വണ്ടി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു, ബെലൂഗ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എടുത്തു പറയാനുള്ളത്, എനിക്കൊരു പുതിയൊരു ഇൻസ്റ്റാ പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. 100 Wheels RC എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ആ ഇൻസ്റ്റാ പേജ് ഒന്ന് ചെക്ക് ചെയ്യുക. റീൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു റീൽ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ചെക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.